ഈ കോളനി എന്നുള്ള പേര് മാറ്റുന്നത് ഓർഡർ എങ്ങനെയാണ് ഇംപ്ലിമെന്റേഷൻ? അതിപ്പോ എല്ലാം ആയി ഉത്തരവ് നിറങ്ങും. അത് SC/ST കോളനി രണ്ടിനും മതി. അപ്പൊ നിലവിലുള്ള പേരുകൾ തുടരാം. നിലവിലുള്ള കോളനി എന്നുള്ളത് മാറും. ചിലപ്പോ നിലവിലുള്ള ആ വ്യക്തികളുടെ പേരുള്ളതുണ്ട്, അത് തുടരും. ഇനി തുടരുന്നതിൽ പരമാവധി വ്യക്തികളുടെ പേര് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതിന് പകരം പ്രത്യേക ചില പേരുകൾ കണ്ടെത്താൻ വേണ്ടി ആ പ്രദേശത്തെ ആളുകൾ തന്നെ ശ്രമിക്കണം. അത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ അതിൽ ഇടപെടും. ഡിപ്പാർട്ട്മെൻറ്റ് ഇടപെട്ടുകൊണ്ട് ഓരോ പ്രദേശത്തെയും ഇപ്പോൾ ഉള്ള കോളനികളിലെ ആ നാമം മാറ്റി പകരം ഒരു അനുയോജ്യമായിട്ടുള്ള പേര് ആ പ്രദേശത്തെ ആളുകളുടെ കൂടി സമ്മതത്തോടു കൂടിയിട്ടാണ് ഇടുക. പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ആളുകളുടെ പേര് വെച്ചുള്ള കോളനികളാണല്ലോ കൂടുതൽ. ഉദാഹരണം ഉമ്മൻചാണ്ടി കോളനി എന്ന് പറഞ്ഞ കോളനിയൊക്കെ ഇടുക്കിയിലൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കോളനികളുണ്ട്. അപ്പൊ കോളനി എന്നുള്ളത് മാത്രം മാറ്റി മറ്റ് അതിൻ്റെ ഉമ്മൻചാണ്ടി കോളനി എന്നുള്ളത് മാറും, കോളനി മാറും. നിലവിലുള്ള വ്യക്തികളുടെ പേരിലുള്ള പ്രദേശം ഉണ്ടല്ലോ, അതുപോലെ തുടരും. പക്ഷെ കോളനി ആവില്ല, കോളനി മാറ്റും. ഏതെല്ലാം വ്യക്തികളുടെ പേരിൽ കോളനി ആയിട്ട് അറിയപ്പെടുന്ന ആ കോളനി എന്നുള്ളത് പോവും. എന്നാൽ ആ വ്യക്തിയുടെ പേരിൻ്റെ കഴിഞ്ഞുള്ള കോളനിക്ക് പകരം ഒരു പേര് അവർ കണ്ടെത്തണം. ഇനി പുതിയതായിട്ട് വ്യക്തികളുടെ പേര് കൂടുതൽ ഇടുന്നത് നല്ലതാണെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ചില സ്ഥലത്ത്. അപ്പോൾ അത് പ്രശ്നമാകും. അതുകൊണ്ടാണ് പരമാവധി വ്യക്തികളുടെ പേര് ന് പകരം മറ്റു പേരുകളിടാം. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ആദിവാസി മേഖലയിൽ വയനാട്ടിൽ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വലിയ ഒരു ഉദ്ഘാടന പരിപാടിയായിരുന്നു. അവർ പറഞ്ഞു, അവർ തന്നെ തീരുമാനിച്ചു ഉന്നതി ഗ്രാമം എന്നാക്കി. അടുത്തൊരു സ്ഥലത്ത് പ്രകൃതി ഗ്രാമം എന്നാക്കി, ഒരു സ്ഥലത്ത് ഐശ്വര്യ ഗ്രാമം എന്നാക്കി. അപ്പോൾ അങ്ങനെയുള്ള പേരുകൾ അതാത് പ്രദേശത്തെ ആളുകളിലെ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെയൊക്കെ തന്നെ ഒരു നിർദ്ദേശ അടിസ്ഥാനത്തിൽ വകുപ്പ് തന്നെ നൃത്തം കൊടുത്തുകൊണ്ട് അവിടെ പേരുകൾ മാറ്റാനുള്ള നടപടി ചെയ്യും. അവസാനത്തെ പരിപാടി പിന്നല്ലാതെ ഒരുവിധം നമ്മളെ കൊണ്ട് കഴിയുന്ന മനുഷ്യസാധ്യമായതെല്ലാം ഈ 3 വർഷക്കാലം കൊണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ടി ഈ പാവങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നുള്ള വിശ്വാസമാണ്. എല്ലാം അവസാനിക്കില്ലല്ലോ, ഒരു കാര്യത്തിനും എൻ്റെല്ലോ. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ മുഴുവൻ പരിഹരിക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ഓരോ മനുഷ്യൻ്റെയും ആവശ്യങ്ങൾ ഇങ്ങനെ ഓരോന്ന് കഴിയുമ്പോൾ അടുത്ത ആവശ്യമാവും അല്ലേ. നമ്മുടെ നേരത്തെ മീഡിയയുടെ സൗകര്യങ്ങൾ വളരെ പരിമിതമായിരുന്നു. പിന്നെ ആധുനിക സംവിധാനങ്ങളെല്ലാം വന്നു. അതുപോലെ തന്നെ മനുഷ്യൻ്റെയും ആഗ്രഹങ്ങൾ പെട്ടെന്ന് തീരുന്നതല്ല. അത് മനുഷ്യനുള്ളോടത്തോളം കാലം പുതിയ പുതിയ ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ. ആഗ്രഹമില്ലെങ്കിൽ പിന്നെ മനുഷ്യനില്ല. എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി ഇനി ഒന്നുമില്ല ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പോകാൻ നമുക്ക് കഴിയില്ല. നമ്മളെ കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.